നമുക്ക് ആദർശിന്റെയും നയനയുടെയും നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് നന്ദു പെട്ടിരിക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത്ര പെട്ടെന്ന് നവീനന്റെ ആലോചനയുമായിട്ട് നവീനന്റെ അമ്മയും മുത്തശ്ശനും ഒക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. നവീനന്റെ അമ്മയ്ക്ക് ഈ ബന്ധത്തോട് താല്പര്യമില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടെന്ന് കരുതി ഇരിക്കുമായിരുന്നു. പക്ഷെ നന്ദുവിന്റെ എല്ലാ സ്വപ്നങ്ങളും തകടം മറിച്ചിട്ടാണ് പത്മത്തിന്റെ നരസിംഹ വക്കീലിന്റെ വരവ്. അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കനക അവർക്ക് ചായ സ്നാക്സ് ആയിട്ടൊക്കെ വരുവാണ്. ചായയൊക്കെ കൊടുത്തു. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കനക പറഞ്ഞു, നവീൻ മോൻ ഇവിടെ വന്ന് ആലോചനയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കില് അവിടെ നിന്ന് ആരും ഇവിടേക്ക് വന്നില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഇതിനെക്കുറിച്ചൊന്നും പറയാതെ അങ്ങോട്ടേക്ക് വരാതിരുന്നേന്നൊക്കെ പറഞ്ഞു. നരസിംഹ വക്കീൽ പറഞ്ഞു, ഇനിയിപ്പം അധികം വെച്ച് താമസിപ്പിക്കണ്ട. ഈ വരുന്ന ചിങ്ങത്തില് അവന്റെ അച്ഛൻ വരും. എന്റെ മോൻ വരണ സമയത്ത് ഈ കല്യാണം നടത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നേ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനിയിപ്പം മുഹൂർത്തവും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയല്ലോ. ജാതകമൊക്കെ ചേരുവന്ന് പത്മം പറഞ്ഞു. അതെ, ജാതകമൊക്കെ ചേരുവന്ന് നോക്കണം. അത് കേട്ടപ്പോ കനക പറഞ്ഞു, ജാതകമൊക്കെ ചേരും, ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. നവീൻ മോൻ വന്ന് ഇവിടെ ആലോചനയായിട്ട് വന്നപ്പോ തന്നെ അതൊക്കെ ഞാൻ നോക്കിയതാന്ന് പറഞ്ഞു. നന്ദു ഒന്നും മിണ്ടാതെ ആകെപ്പടെ പെട്ടിരിക്കുന്ന കണ്ടപ്പോ നരസിംഹ വക്കീല് ചോദിച്ചു, അല്ല മോൾ എന്താ ഒന്നും മിണ്ടാത്തെന്ന് ചോദിച്ചു. ഒന്നുമില്ലാന്ന് പറഞ്ഞു. അത് പിന്നെ അവൾക്ക് പെട്ടെന്നൊരു ഷോക്കായി കാണും. അവൾ ഒരിക്കലും പ്രതീക്ഷ കാണില്ല ഇങ്ങനെ നവീൻ മോന്റെ മുത്തശ്ശനും അമ്മയൊക്കെ വരുമെന്നുള്ള കാര്യം. കനക അങ്ങനെ ഞങ്ങൾ തട്ടിവിട്ടു. അങ്ങനെ ഒടുവിൽ അവര് യാത്ര പറഞ്ഞു പോവാണ്. പോയി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കനയ്ക്കും ഗോവിന്ദനും ഭയങ്കര സന്തോഷം, ഇരട്ടി സന്തോഷമാണ്. കനവ് ഗോവിന്ദനോട് പറഞ്ഞു, എന്നാലും എന്റെ ഗോവിന്ദേട്ടാ, ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്ര പെട്ടെന്ന് പത്മ സമ്മതിക്കൂന്ന്. ക്ഷേത്രത്തിൽ വെച്ച് കണ്ടാല് എന്നെ മൈൻഡ് പോലും ചെയ്യാത്ത ആളാ. പക്ഷെ ഇപ്പൊ തന്നെ കണ്ടില്ലേ, അത് പിന്നെ നവീൻ മോന് നന്ദുവിനെ മാത്രം മതിയെന്ന് പറഞ്ഞു കാണും. അതുകൊണ്ടായിരിക്കും. അതെ, എന്റെ നന്ദൂട്ടന്റെ ഭാഗ്യ. അതുകൊണ്ടല്ലേ ഇത്രയും നല്ലൊരു ആലോചന വന്നേ. എന്താ നന്ദൂട്ടാ, നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്ത എന്താ? ഇത്രയും നല്ലൊരു ആലോചന വന്നിട്ട്. അമ്മേ, ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന്. ദേ മിണ്ടരുത്. നല്ലൊരു മഹാലക്ഷ്മിയാ വന്ന് കേറിയിരിക്കുന്നേ. അതിനെ ഇറക്കി വിടാൻ നോക്കിയാണ്ടല്ലോ. ഇനിയിപ്പം നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ഞങ്ങൾ നോക്കുന്നില്ല. നവീനെ പോലെയുള്ള ചെറുപ്പക്കാരൻ ഇന്നത്തെ കാലത്ത് കാണാൻ കിട്ടത്തില്ല. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തും ഈ ചിങ്ങത്തില്. ഇനിയിപ്പൊ തീയതി മുഹൂർത്തമൊക്കെ നോക്കിയാൽ മാത്രം മതി. അതിന്റെ ഒരുക്കങ്ങളൊക്കെ നടത്തണം. ഇനി ആദർശിനെ നയനെയൊക്കെ വിളിച്ചു പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടി കനക അകത്തേക്ക് പോയി. നന്ദുവിനൊന്ന് പൊട്ടിക്കരയണം തോന്നി. എല്ലാ പ്രതീക്ഷകളും നശിച്ചുപോയി നന്ദുവിന്റെ. അങ്ങനെ നന്ദു മുറിയിലേക്ക് എന്നിട്ട് അനിയെ വിളിക്കുവാണ്. അനിയെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. പക്ഷെ ഇതൊന്നും നവീനൊട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. അമ്മയും മുത്തശ്ശനൊക്കെ കല്യാണാലോചനയായിട്ട് നന്ദുവിന്റെ വീട്ടിലേക്ക് പോയ കാര്യം. അങ്ങനെ നവീൻ എന്ത് ചെയ്തു, നവ്യയെ കണ്ടിട്ട് വീട്ടിലേക്ക് വരുമ്പോഴത്തേനും നരസിംഹ വക്കീൽ പറഞ്ഞു, ഇനിയിപ്പം നീ സങ്കടപ്പെടുകയൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അതെന്താ മുത്തശ്ശ അങ്ങനെ പറഞ്ഞേ? അല്ല, നിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല, ഞങ്ങളെല്ലാരും എതിര് നിൽക്കുന്നു, നിന്റെ അമ്മ എതിര് നിൽക്കുന്നൊക്കെയല്ല നീ പറഞ്ഞേ. മുത്തശ്ശ, അത് സാരമില്ല, എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. ദേ, അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. എടാ, ഇനിയിപ്പൊ അതോർത്ത് നീ വിഷമിക്കണ്ട. നിന്റെ അമ്മ സമ്മതിച്ചു. അമ്മ സമ്മതിച്ചെന്നോ? ഒരു ഷോക്കായി പോയി നവീന്. അതെ, ഞങ്ങൾ ഇന്ന് നന്ദുവിന്റെ വീട്ടിൽ പോവുകയും ചെയ്തു. കനകയും ഗോവിന്ദനുമായിട്ട് ആലോചിച്ചു, ഈ വരുന്ന ചിങ്ങത്തില് നിങ്ങളുടെ കല്യാണം നടത്താന്ന് വാക്ക് പറഞ്ഞിട്ടാ പോന്നേ. അല്ല മുത്തശ്ശൻ ഇത് ആരോട് ചോദിച്ചിട്ടാ അവിടെ പോയെന്ന് ചോദിച്ചു. ഇതാ ഇപ്പൊ നന്നായത്. നിനക്ക് അവളെ മാത്രം മതിയെന്ന് പറഞ്ഞോണ്ട് നീ അവിടെ പോയി ആലോചന നടത്തിയതല്ലേ, പെണ്ണ് ആലോചിച്ചല്ലേ. എന്നിട്ടാണോ? പത്മ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, എടാ മോനെ, എനിക്ക് തോന്നി ഇനിയിപ്പോ വാശി പിടിച്ചിട്ട് കാര്യമില്ലത്. അല്ലെങ്കിൽ ഞാൻ എന്തിനാ വാശി പിടിക്കുന്നേ? എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും നീ ഒറ്റയൊരുത്തനല്ലേ ഉള്ളൂ. ഇനിയിപ്പം നിന്റെ ഇഷ്ടത്തിന് ഞാൻ അങ്ങോട്ട് വിട്ടു തന്നേക്കുക. എന്താണ്, നിന്റെ കല്യാണം നടന്നു കാണാൻ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. വേറൊരു വഴി ഞാൻ കാണുന്നില്ല. അപ്പൊ പിന്നെ നിന്റെ ഇഷ്ടമല്ല എന്റെ ഇഷ്ടം. ഞാൻ ഇനിയിപ്പോ കൂടുതലൊന്നും നോക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് പിന്നെ അമ്മേ, ഞാൻ അപ്പം വേണ്ട ഇനി കൂടുതലൊന്നും പറയണ്ട. ഇപ്പൊ നിനക്ക് സന്തോഷ സമാധാനം ആയല്ലോ. ഇനിയിപ്പൊ അമ്മ തടസ്സം പറയുന്നു പറഞ്ഞുകൊണ്ട് എന്റെ മോൻ കല്യാണം കഴിക്കാതിരിക്കണ്ടെന്ന് പറഞ്ഞു. നവീൻ എന്ത് ചെയ്യണമെന്നറിയില്ല. എന്റെ ദൈവമേ, നന്ദുവിനെ അനിയയും കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് ഒന്നിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ഇങ്ങനെ ഒരു വയ്യാവേലി. താനാണ് എടുത്തു ചാടി ഓരോന്ന് ചെയ്ത്. ഏത് സമയത്താണോ നന്ദുവിന്റെ വീട്ടിലേക്ക് പെണ്ണ് ആലോചിച്ചുകൊണ്ട് ചെല്ലാൻ തോന്നിയത്. അത് ഇത്ര പ്രശ്നമാണെന്നുള്ള കാര്യം അറിയണ്ടായിരുന്നില്ല. ഇനിയിപ്പം നന്ദുവിന്റെ മനസ്സിൽ അനിയാന്നും അനിയുടെ മനസ്സിൽ നന്ദുവാന്നും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതും പോരാഞ്ഞിട്ട് എല്ലാവരുടെയും വിചാരം താനിപ്പോഴും
നന്ദുവിന്റെ പിന്നാലെ തന്നെയാന്ന്. പക്ഷെ തന്റെ ലക്ഷ്യം എന്താന്ന് അവർക്കൊന്നും അറിയില്ലോ. നവീൻ ആകെപ്പാടെ ബുദ്ധിമുട്ടായിപ്പോയി. ഈ സമയത്ത് കനക നയനയെ വിളിച്ചു. നയനയെ വിളിച്ചിട്ട് നവീന്റെ മുത്തശ്ശനോ അമ്മയൊക്കെ പെണ്ണാലോചിച്ചുകൊണ്ട് വന്ന കാര്യം പറഞ്ഞു. ഏ എന്നിട്ട് അച്ഛനും അമ്മയും എന്ത് പറഞ്ഞു? എന്ത് പറയാനായിട്ട്? ഞങ്ങൾക്ക് ഇരട്ടി സന്തോഷമല്ലേ മോളെ, ഈ ചെങ്ങത്ത് കല്യാണം നടത്തണമെന്നാ പറയണേ. അതെ, കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം എന്ന് പറഞ്ഞു. അല്ല, അതിന് നന്ദു സമ്മതിച്ചോ? അവളെന്ത് പറഞ്ഞു? അവളൊന്നും പറഞ്ഞിട്ടില്ല. മുഖം വീർപ്പിച്ചോണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ കല്യാണം വേണ്ടെന്നും പറഞ്ഞോണ്ട്. അമ്മേ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ? അവന്റെ മനസ്സെന്താന്ന് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞിട്ട് പോരെ? വെറുതെ ഇടപെടിയെന്ന് എടുത്തിയായിട്ട് ഒരു തീരുമാനം എടുക്കണം. ഇതേ മോളെ, നീ അവളെ സപ്പോർട്ട് ചെയ്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. നന്ദൂട്ടന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം. അവൾ എന്താണെങ്കിലും അനന്തപുരിയിലേക്ക് വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവള് നവീനുമായിട്ടുള്ള ബന്ധം അവളുടെ നടക്കണം. അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കണമെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. നയനെ ആദർശിനോട് ഇന്ന് കാര്യങ്ങൾ പറയണം. ആദർശ് പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എനിക്കറിയില്ല ആദർശേട്ടാ, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തൊന്നും നിൽക്കില്ല എന്നാ തോന്നേ. ഇനിയിപ്പൊ ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്ന ആര് കണ്ടു? എങ്ങാനും നന്ദുവും നവീനുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയുടെ കാര്യം എന്താവും? അനി പിന്നെ വേറൊരു കല്യാണം പോലും കഴിക്കില്ല. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് നവീനെ കണ്ട് സംസാരിച്ചാലോ? അതുകൊണ്ട് എന്താ പ്രയോജനം? നവീനെ കണ്ട് നവ്യ കാര്യങ്ങൾ പറഞ്ഞെന്നല്ലേ പറഞ്ഞത്. ഇനിയിപ്പം നമ്മൾ പോയി കണ്ട് സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? അവൻ എന്ത് വിചാരിക്കും? അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ നയനിക്കും ആദർശനും ഭയങ്കര വിഷമായി. ഇതേ സമയം നന്ദുവിനെ കാണാനായിട്ട് അനി വരുവാണ്. അങ്ങനെ വന്ന് അവര് കോഫി ഷോപ്പിൽ വെച്ച് കാണുന്ന സമയത്ത് അനി ചോദിച്ചു, എന്താടി, എന്താ നിനക്ക് എന്നോട് പറയാനുള്ളതെന്ന് ചോദിച്ചു. അത് പിന്നെ ഇന്ന് നവീനന്റെ അച്ഛനും അല്ല മുത്തശ്ശനും അമ്മയൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ എന്തിനാ? ഓ, കല്യാണത്തിന് താല്പര്യമില്ലെന്ന് പറയാൻ വേണ്ടി വന്നായിരിക്കുമല്ലേ? എടാ, അവിടെ നിനക്ക് തെറ്റിയെന്ന് പറഞ്ഞു. പിന്നെയോ? അതെ, നവീനന്റെ എന്റെ വിവാഹം നടത്താനായിട്ട് അവർക്ക് താല്പര്യമെന്ന്. ഒരു നിമിഷം അനി ഞെട്ടി എഴുന്നേറ്റു. നീ എന്തൊക്കെയാ പറയണേ? അത് തന്നെ. അല്ല, അപ്പൊ ആന്റിക്കൊന്നും ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷേങ്കില് നവീനേട്ടന്റെ ഇഷ്ടത്തിന് അവര് വില കൊടുത്തിരിക്കുക. അവര് പറയുന്ന നവീനേട്ടന്റെ ഇഷ്ടത്തിന് അപ്പുറം അവർക്കിനി ഒന്നുമില്ലെന്നാ. അതുകൊണ്ട് ചിങ്ങത്ത് കല്യാണം നടത്തണമെന്നാ പറയണേ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര സന്തോഷത്തിലാ. അതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനിയുടെ ഫ്യൂസ് പോയതുപോലെയായി. അനി ചോദിച്ചു, നീ എന്നിട്ട് എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറയാനാ? എനിക്ക് എന്തേലും പറയാൻ പറ്റുമോ? അവരെത്ര കാര്യത്തോട് കൂടിയിട്ട് എന്നോട് വന്ന് സംസാരിക്കുന്നേ. ഞാന് നവീനെന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെന്ത് വിചാരിക്കും? അത് മാത്രമല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്ത് കരുതും? അവർക്ക് മനസ്സിലാവില്ലേ എൻ്റെ മനസ്സിൽ ഇപ്പോഴും നീയാന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് പോലും അറിയില്ല. എടി, അപ്പൊ പണിയായോ? പണിയായത് തന്നെയാ. ഒരു കാര്യം ചെയ്താലോ, ഞാൻ നവീനേട്ടനോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ? എൻ്റെ മനസ്സ് നീയാണ്, നമ്മൾ രണ്ടും ഇഷ്ടത്തിലാന്നുള്ള കാര്യം. എടി, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നേ? എന്തെങ്കിലും ഒന്ന് പറയണോ അനി? അല്ലാതെ എന്ത് ചെയ്യാനാ? ഇതിപ്പം ചിങ്ങത്തെ കല്യാണം നടത്തണം, അതിനു മുമ്പ് എങ്ങാനും നിശ്ചയം നടത്തണം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും പറ്റും? എനിക്ക് എതിർത്തൊന്നും പറയാൻ പറ്റില്ല. അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ നിന്നിട്ട് ഏക പ്രതീക്ഷ നവീനേട്ടനാണ്. നവീനേട്ടനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. നവീനേട്ടൻ പറഞ്ഞാൽ മനസ്സിലാവാതിരിക്കില്ലല്ലോ. അനി പറഞ്ഞു, എനിക്കറിയില്ല എന്ത് ചെയ്യണോന്ന്. ഇതാകെപ്പാടെ വല്ലാത്തൊരു കുരിശായി പോയെന്നാ തോന്നേ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നോക്കാം. ഒരു നിവൃത്തിയില്ലെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ തുറന്നു പറയാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം നന്ദു പറഞ്ഞു, അതെ, ഇനി അതേ കാലം ഇങ്ങനെ മുന്നോട്ട് വെച്ച് നീട്ടിക്കൊണ്ട് പോകാനും പറ്റില്ല എന്ന് പറഞ്ഞു. ഈ സമയം നരസിംഹ വക്കീല് മൂർത്തി മുത്തശ്ശനെ വിളിക്കുകയാണ്. അതിനുശേഷം നവീന്റെ നന്ദുവിന്റെ കല്യാണക്കാര്യത്തെക്കുറിച്ചൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശനും ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. കാരണം അനി നന്ദുവിനെ മാത്രം വിവാഹം കഴിക്കുള്ളൂ എന്നും പറഞ്ഞിരിക്കുക. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നന്ദുവിന്റെ നവീന്റെയും കൂടെ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയുടെ ജീവിതം തരും. പക്ഷെ നവീൻ അത്ര പ്രിയപ്പെട്ടതാണ് തനിക്കും. നവീന്റെ ഒരു നല്ലൊരു ആലോചനയാണ്. അത് വേണ്ടെന്ന് പറയാനും പറ്റുന്നൊരു അവസ്ഥയിലായിരുന്നില്ല മുത്തശ്ശന്. മുത്തശ്ശനൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.